ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിചിന്തനത്തിന് വിധേയമാക്കുന്നത്. ഹെറോദേസ് രാജാവ് ഈശോയെപ്പറ്റി കേട്ട് അത് താൻ വധിച്ച സ്നാപക യോഹന്നാനാണെന്ന് പറയുന്നു. പിന്നീട് സ്നാപക യോഹന്നാനെ എന്തിനാണ് ബന്ധനസ്ഥനാക്കിയതെന്നും എങ്ങനെ അദ്ദേഹം വധിക്കപ്പെട്ടുവെന്നും സുവിശേഷം പറയുകയാണ്. സഹോദര ഭാര്യയെ വിവാഹം ചെയ്ത് രാജാവ് ചെയ്ത കാര്യം തെറ്റാണെന്ന് ഹെറോദോസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതിനാലാണ് ഹെറോദോസിന്റെയും ഹെറോദിയായുടെയും വിരോധം യോഹന്നാൻ ക്ഷണിച്ചു വരുത്തിയത്. അത് ചെന്ന് അവസാനിച്ചതാകട്ടെ യോഹന്നാന്റെ വധത്തിലും. ലോക ചരിത്രത്തിലുടനീളം സത്യം മുഖത്ത് നോക്കി പറഞ്ഞതിനാലും അതിനുവേണ്ടി പ്രയത്നിച്ചതുകൊണ്ടും നിരവധി വ്യക്തികൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് 2018 ഭീമ കൊറേഗാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലായി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ട ജസ്യൂട്ട് വൈദികനായ സ്റ്റാൻ സ്വാമി ഇതിന് ഉത്തമ ഉദാഹരണമാണ്. 1 മാസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാത്രമാണ് പാർക്കിൻസൺസ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സ്ട്രോ പോലും നൽകപ്പെട്ടത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 84-കാരനായ ഫാദർ സ്റ്റാൻ സ്വാമി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിരുന്നു. തെറ്റായ രീതിയിൽ ജയിലിലടയ്ക്കപ്പെട്ട 3000-ഓളം ആദിവാസി യുവാക്കൾക്ക് വേണ്ടി ജാർഖണ്ഡ് സർക്കാരിനെതിരെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്ത കേസാണ് അദ്ദേഹത്തെ സർക്കാരിൻ്റെ കണ്ണിലെ കരടാക്കി മാറ്റിയതെന്നാണ് അച്ഛൻ പറയുന്നത്. ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് അച്ഛൻ പറയുന്ന വാക്കുകൾ ഏതാണ്ട് ഇപ്രകാരമാണ്: ഞാൻ ഒരു നിശബ്ദ കാണിയല്ല, ഐ ആം നോട്ട് എ സൈലന്റ് സ്പെക്ടേറ്റർ. എന്തു തന്നെ സംഭവിച്ചാലും ഇതിൻ്റെ വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങൾ തത്വശാസ്ത്രം പഠിക്കുന്ന സമയത്ത് 2-ാം വർഷത്തിൽ ഞങ്ങളുടെ നോക്കിയിരുന്ന ആനിമേറ്ററായിരുന്ന ബഹുമാനപ്പെട്ട ക്ലീറ്റസ് കതിർപ്പറമ്പിലച്ഛനോട് ഒരു പ്രത്യേക കാര്യത്തിൻ്റെ പേരിൽ സ്വരമുയർത്തി ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നു. പിറ്റേന്ന് അച്ഛനോട് സോറി പറയാൻ പോയി. അച്ഛൻ പറഞ്ഞു, നീ തെറ്റായിട്ടൊന്നും പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു: എടാ, നമുക്ക് താഴേക്കിടയിലുള്ളവരോട് എന്തും പറയുവാൻ നമുക്ക് പറ്റും, പക്ഷേ മുകളിലുള്ളവരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുവാൻ പറ്റണം. ശരിയല്ലേ? നമ്മുടെ താഴെയുള്ളവരോട് നാം എന്തൊക്കെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും? അധികാരികളുടെ മുമ്പിൽ സത്യം പറയുവാൻ നാവ് പോലും പൊങ്ങില്ല. പറഞ്ഞാൽ, ചോദ്യം ചെയ്താൽ നഷ്ടങ്ങളുണ്ടാകുമെന്ന ഭയമാണ് നമുക്ക്. നിശബ്ദ കാണിയാകുവാൻ എളുപ്പമാണ്. മുഖത്ത് നോക്കി ജനങ്ങൾക്കും ദൈവത്തിനും വേണ്ടി കാര്യങ്ങൾ തുറന്നു പറയുന്ന, നഷ്ടങ്ങളെ ഭയക്കാത്ത ഒരു യോഹന്നാൻ നമ്മിൽ ഉണരട്ടെ.